ഹലോ പ്രൈസ് ലോർഡ്, റാൻഡം റെവല്യൂഷൻ എന്നീ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് യഹൂദയെ കുറിച്ച് സംസാരിക്കാം. യഹൂദയെ അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത്: യഹൂദയെ നീ ബാലസിംഹമാണ്. ബാലസിംഹത്തിൻ്റെ പ്രത്യേകത തന്നെ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നറിയത്തില്ല. ബാലസിംഹത്തിൻ്റെ പ്രത്യേകത എങ്ങനെ ഇരപിടിക്കണം, എങ്ങനെ ഭക്ഷണം കരുതണം എന്ന് അറിയത്തില്ല. ഇങ്ങനെയാണ് യാക്കോബ് യൂദയെ അനുഗ്രഹിച്ചുവിടുന്നത്. യൂദ എന്ന പേരിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. ഈ അർത്ഥം പോലെ തന്നെ യഹൂദന്മാർ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഒട്ടും പുറകോട്ടല്ല. അവർ സദാസമയം ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? യേശു കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം എന്ന് പറഞ്ഞാൽ ബാലസിംഹം എന്നല്ല, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാലസിംഹമാണോ, സ്തുതിക്കുന്നവൻ ബാലസിംഹമാണോ, അവനെ കരുതുവാൻ സിംഹമായി, അപ്പനായി, അമ്മയായി തന്നെ കരുതുവാൻ വരുമെന്ന്. ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും എന്നെ കരുതാൻ ആരുമില്ല, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും മനസ്സിനകത്ത് വിഷമത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കുക. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവരാണോ, ഉറപ്പായിട്ടും ഞാൻ പറയാം, നിങ്ങളെ കരുതുമവൻ, നിങ്ങളെ സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. അതുകൊണ്ട് ഉറപ്പും ധൈര്യത്തോടെ ഇരിക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരണമായി വരും. ദൈവാത്മാവ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഉറപ്പും ധൈര്യത്തോടെ ഇരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ യഹൂദയെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ആരെങ്കിലും താല്പര്യപ്പെടുന്നെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഉറപ്പോടെ ധൈര്യത്തോടെ ഇരിക്കുക. ദൈവം